ദൈവമേ, ഇനി ആ ചന്ദ്രേട്ടനെങ്ങാനും ഞാനാണ് അവളെ ഇറക്കി വിട്ടതെന്ന് അറിഞ്ഞാൽ അതോർക്കുമ്പോ വല്ലാത്ത ഭയമൊക്കെയുണ്ട്. ഒരു കണക്കിന് അവള് പോയത് ഓർക്കുമ്പോ മനസ്സിന് വല്ലാത്ത സന്തോഷവുമുണ്ട്. ആന്റി, എന്താ ടുണ്ടു? അല്ല ആന്റി, പുറത്താണെങ്കിൽ തോരാത്ത മഴ, പോരാത്തതിന് കൂരാ കൂരി കിട്ടും. ആ മുത്തിനെ പേടിയാവില്ല ആന്റി? ഹോ, ആ നാശം പിടിച്ച പെണ്ണിന് പേടിയോ എന്തെങ്കിലും ആവട്ടെ, അത് നിനക്കെന്താ? അവൾ എവിടെയെങ്കിലും പോയി ചാവട്ടെ, അല്ലെങ്കിൽ എന്റെ എന്റെ മണിക്കുട്ടിക്കാ അവളുണ്ടെങ്കിൽ നഷ്ടം. എപ്പോ നോക്കിയാലും അവളുടെ ഡാഡിക്ക് മുത്തേ മുത്തേ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. എന്റെ മണിക്കുട്ടി അവളും അങ്ങേരുടെ മകൾ തന്നെയല്ലേ, പക്ഷേ അവളെ കുറിച്ച് ഒരു ചിന്തയുമില്ല. പാവം എന്റെ കുട്ടി, എത്ര സങ്കടം ഉണ്ടാകും എന്റെ മണിക്കുട്ടിക്ക്. ദാ നോക്ക്, രണ്ടുപേരും ഞാൻ പറയുന്നത് പോലെ തന്നെ ചന്ദ്രേട്ടനോട് പറഞ്ഞു കൊടുക്കണം. അതൊക്കെ ഞങ്ങൾ ഏറ്റു മമ്മി. നമ്മുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റ് പോലും ഉണ്ടായിക്കൂടാ. അത് മാത്രം മതി അങ്ങേരുടെ സംശയം വർദ്ധിക്കാൻ. പിന്നെ നമുക്ക് ഇവിടെ സുഖമായി കഴിയാൻ പറ്റുമെന്ന് എന്റെ മോളൊന്ന് തോന്നുന്നുണ്ടോ? ഇല്ല മമ്മി, എനിക്കറിയാം ഡാഡിക്ക് മുത്തിനോടുള്ള സ്നേഹം. അതാണ് ഞാൻ പറഞ്ഞത്, ആർക്കും ഒരു സംശയവും തോന്നിക്കൂടാ. അവൾ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം എവിടെ നിന്നും ഇറങ്ങിപ്പോയി. അത്ര മാത്രമേ ചന്ദ്രേട്ടൻ അറിയാൻ പാടുള്ളൂ. ഓക്കേ ഓക്കേ മമ്മി. എന്റെ പൊന്നു മോളെ, ചേട്ടാ നമ്മൾ അവളെ എവിടെയൊക്കെ അന്വേഷിച്ചു, എന്നിട്ടും എന്റെ മോള് അവൾ എവിടെ പോയതാ? എന്റെ പൊന്നു മോളെ, ഈ അച്ഛന്റെ അടുത്തേക്ക് ഒന്ന് വാ മോളെ. മോനെ ചന്ദ്ര, കരയാതിരിക്കും മോനെ, നമ്മൾ അവളെ പെട്ടെന്ന് തന്നെ കണ്ടെത്തും. അതിന് മാത്രം ദ്രോഹമെന്നും എന്റെ മോൻ ആരോടും ചെയ്തിട്ടില്ലല്ലോ. എന്തിനാ ചേട്ടാ എന്നെ ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? മോനെ നീ സങ്കടപ്പെടാതിരിക്കും മോനെ, നമ്മൾ പെട്ടെന്ന് തന്നെ അവളെ കണ്ടെത്തും. അതല്ല ചേട്ടാ ഞാൻ പറയുന്നത്, ആദ്യം എന്റെ മുത്തിന്റെ അമ്മയെ കൊണ്ടുപോയി, ഇപ്പോഴിതാ എന്റെ മുത്ത് കാണാമറിയത്ത് അവളെ എവിടെയാണെന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ. ഇതിന് മാത്രം എന്ത് ദ്രോഹമാ ഞാൻ ആരോടെങ്കിലും ചെയ്തത്? ഈ പ്രായത്തിനിടയ്ക്ക് ആർക്കും ഒരു ഉപദ്രവവും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്തിനാ ഈ ദൈവം എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല തങ്കപ്പൻ ചേട്ടാ. മോനെ, ഞാൻ നിന്നെ എന്ത് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കേണ്ടത്? എന്റെ മോള് അവളുടെ കാര്യം ആലോചിക്കുമ്പോ എനിക്കറിയില്ല. ഈ കൂരിരട്ടത്ത് ഇമ്മാതിരി മഴയത്ത് എന്റെ മുത്ത് അവൾ എവിടെയാ? മുത്തേ മോളെ, എന്റെ ഭാര്യയെ എനിക്കിനി തിരിച്ചു കിട്ടത്തില്ല. എന്റെ മുത്തിനെ അവളെ കൂടി നഷ്ടപ്പെട്ട പിന്നെ ഞാൻ എന്തിനു തകപ്പൻ ചേട്ടാ ജീവനോടെ ഇരിക്കുന്നത്? മോനെ, എന്താ മോനെ ഞാൻ ഇതിനൊക്കെ നിന്നോട് പറയേണ്ടത്? വാ മോനെ, നമുക്ക് ആ ബസ് സ്റ്റാൻഡിലും എല്ലാം ഒന്ന് അന്വേഷിക്കാം. വേണം തങ്കപ്പൻ ചേട്ടാ, എനിക്ക് എന്റെ മോളെ കിട്ടുന്നത് വരെ ഉറക്കമില്ല. എന്റെ മോള് വരാതെ ഞാനൊരു തുള്ളി വെള്ളം പോലും കുടിക്കത്തില്ല. ചന്ദ്ര, നീ ഒന്ന് സമാധാനപ്പെട്. നമുക്ക് ആ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാം. എവിടെ വേണമെങ്കിലും പോകാം തങ്കപ്പൻ ചേട്ടാ, എനിക്ക് എന്റെ മോള് കിട്ടിയാ മതി. മോനെ, നമുക്ക് ആ ബസ് സ്റ്റാൻഡിലേക്ക് ഒന്ന് അന്വേഷിച്ചു നോക്കാം. എന്റെ ഈശ്വര, എന്റെ മോള്. അമ്മ, നമ്മൾ രണ്ടുപേരും
എന്റെ ദൈവമേ, ഇനി അവളെ അന്വേഷിക്കാൻ ഒരു വഴിയുമില്ലല്ലോ. ചന്ദ്ര, നീ ഇങ്ങനെ തളരാതെ ചന്ദ്ര. ഞാൻ എങ്ങനെ തളരാതിരിക്കും? എന്റെ ദൈവമേ, ഇതൊക്കെ കാണിക്കാൻ എന്തിനാ എന്നെ ഈ ജീവനോട് നിർത്തിയിരിക്കുന്നത്? ചന്ദ്ര, നമുക്ക് പോലീസിൽ വിവരം അറിയിക്കാം ചന്ദ്ര. ആരെ അറിയിപ്പിച്ചിട്ട് എന്താ കാര്യം? എന്റെ മോൾ എവിടെ? അവളെ എത്ര നേരമായി ഞാൻ അന്വേഷിക്കുന്നു. മോനെ കരയാതെടാ, നിന്റെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെ കരയാതിരിക്കും? എന്റെ മുത്തിനെ നല്ല പോലെ നോക്കണേന്ന് പറഞ്ഞ് എന്റെ കൈകളിൽ ഏൽപ്പിച്ചു പോയതാ അവള്. എനിക്ക് അവളെ നോക്കാൻ കഴിഞ്ഞില്ലല്ലോ. കൊച്ചു കുഞ്ഞല്ലേ ചേട്ടാ അവളെ ഞാൻ സംരക്ഷിച്ചില്ലല്ലോ. മോനെ, നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട. നീ മുത്തിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നും അവളെ എത്രത്തോളം നോക്കുന്നുണ്ടെന്നും എല്ലാം എനിക്കറിയാം. ഇല്ല ചേട്ടാ, ഞാനൊരു ഭാഗ്യമില്ലാത്ത അച്ഛനും ഭർത്താവുമായി പോയി. അവരെ ഒന്നും സംരക്ഷിക്കാൻ എനിക്ക് പറ്റിയില്ല ചേട്ടാ. എന്റെ മുത്ത് ഈ രാത്രി എവിടെയാണോ? മുത്തേ, എന്റെ പൊന്നു മോളെ, ഒന്ന് ഇങ്ങോട്ട് വാ മോളെ. അച്ഛനെ പേടിപ്പിക്കല്ലേ മോളെ. എന്റെ ഈശ്വര, ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? എന്റെ മോള്, മോളെ. മണിക്കുട്ടി, വർഷേ, എന്റെ മോള് വർഷേ, അവളെ കുറിച്ച് അങ്ങനെയൊന്നും പറയാതെ.